ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊരിന്ത്യ ലേഖനം 16 അധ്യായം 9 വാക്യത്തിൽ, എനിക്ക് വലുതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലതുണ്ട് എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു. എനിക്ക് വലുതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. വലുതും സഫലവുമായ വാതിൽ ഭക്തന്മാർക്ക് വേണ്ടി തുറന്നാൽ തൊട്ടടുത്തുണ്ടാകുന്ന ഒരു അനുഭവമാണ് എതിർപ്പിൻ്റെ അനുഭവം, എതിരാളികളുടെ അനുഭവം. അത് മറ്റാരുമല്ല, മനുഷ്യരായിരിക്കുന്നവരാരും ഒരു ദൈവഭക്തന്റെ വാതിലിനെ തടയുവാൻ കഴിയയില്ല. ഏറ്റവും ആദ്യം അറിയുന്നവനും തടയുന്നവനും ശത്രുവായ പിശാച് തന്നെ. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന് സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു. ആ വാതിലിനെ തടയുവാൻ ശത്രു പരിശ്രമിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, സഫലമായൊരു വാതിൽ, വിശാലമായൊരു വാതിൽ നമുക്ക് വേണ്ടി തുറക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത സ്റ്റെപ്പ് എപ്പോഴും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും ആയിരിക്കും. ആ വാതിൽ, അതിൻ്റെ നന്മ നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തതുപോലെയുള്ള പ്രതിസന്ധികൾ നാം നേരിടേണ്ടി വരും. എന്നാൽ തുറന്നവൻ കർത്താവാണെങ്കിൽ അത് അനുഭവിപ്പിക്കാനും അവൻ ശക്തനാണ്. യോസഫ് ഫലപ്രദമായൊരു മുന്തിരിവള്ളിയാണ്. അവൻ മതിലിന്മേൽ പടരുണ്ടുന്ന ഒരു വൃക്ഷമാണ്. അകത്തും പുറത്തുമുള്ളവർക്ക് ഒരുപോലെ പ്രയോജനപ്രദമാകേണ്ട ഒരു വ്യക്തിയായി, തൻ്റെ ഗോത്രങ്ങളിൽ നിന്നെല്ലാം, തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വ്യത്യസ്തനായി തിരഞ്ഞെടുത്ത ഒരു ഭക്തനായിരുന്നു. എന്നാൽ ആ ഒരു ദൈവീയ ദർശനം യോസഫിന് കിട്ടിയ നാൾ മുതൽ, കിട്ടിയ നിമിഷം, അടുത്ത സെക്കൻഡ് എതിർപ്പിൻ്റെയും പ്രതികൂലത്തിൻ്റെയും ദിനങ്ങളായിരുന്നു. പ്രിയപ്പെട്ടവരെ, എതിരാളികൾ ഭവനത്തിനകത്തുണ്ടായി. സ്വന്തം സഹോദരന്മാർ, ഒരപ്പൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന സഹോദരന്മാർ ഇപ്പോൾ എതിർപ്പായും എതിരാളികളായി മാറിയിരിക്കുക. ഇനി യോസഫിനെ ജീവൻ മുമ്പോട്ട് വിടുകയില്ല എന്ന് പറഞ്ഞു. ഇനി യോസഫിൻ്റെ യാതൊരു തരത്തിലുള്ള സ്വപ്നങ്ങളെ നിറവേറ്റുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് സഹോദരന്മാർ ഐക്യമത്യപ്പെട്ടു. പലപ്പോഴും ദൈവഭക്തന്മാർക്കെതിരെ പലരും ഐക്യമത്യപ്പെടാറുണ്ട്. അവരുടെ നന്മകൾക്കും ദൈവർക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ആത്മീയ ഭൗമീയ നന്മകൾക്കെതിരായിട്ട് ഐക്യമത്യപ്പെടുന്ന ഒരു ആത്മാവ്. ശക്തിയോടെ സഹോദരന്മാർ പ്രവർത്തിക്കുകയാണ് ദൈവം തിരഞ്ഞെടുത്ത യോസഫിനെ തകർത്ത് കളയാൻ. പ്രിയമുള്ളവരെ, തിരഞ്ഞെടുത്തവൻ ദൈവമാണോ? വാഗ്ദത്തം ചെയ്തവൻ ദൈവമാണോ? വേലക്കിറക്കിയവൻ ദൈവമാണോ? നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ ദൈവമാണോ? ഭൂമിയുടെ മുഖത്ത് നിന്നെ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നവൻ ദൈവമാണോ? എങ്കിൽ എതിരാളികളുടെ ശക്തിക്ക് നിന്നെ കീഴടക്കുവാൻ കഴിയുകയില്ല. നമ്മിൽ നിറഞ്ഞിരിക്കുന്ന ഭക്തിയോടെ കർത്താവിനെ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ നമ്മെ നിയന്ത്രിക്കുന്നത് ശത്രുവല്ല, ദൈവമത്രയാകുന്നു. നാം തളർന്നു പോകുവാൻ, നമ്മോട് ചെയ്തിരിക്കുന്ന ദൈവീയ വാഗ്ദത്തങ്ങൾ തളർന്നു പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. കഷ്ടങ്ങളിൽ കൂടെ കടക്കേണ്ടി വന്നു, പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യേണ്ടി വന്നു. ആരും എനിക്കില്ല എന്ന് തോന്നുന്നവാറുള്ള അനുഭവത്തിലൂടെ ഈ ജോസഫ് കടന്നുപോയി. പൊട്ടക്കിണറിൽ അല്പസമയം കിടന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മിസ്രൈമ്യ വ്യാപാരികൾക്ക് അവരുടെ കൂടെ യാത്ര ചെയ്യേണ്ടി വന്നു. മിദ്യാന്യ കച്ചവടക്കാർ അവനെ കൂട്ടത്തിൽ കൊണ്ടുപോയ അനുഭവം ഉണ്ടായി. ഇങ്ങനെയൊക്കെയും അനുഭവിച്ചിട്ടില്ലാത്ത തലങ്ങളിൽ കൂടെ നാം യാത്ര ചെയ്യേണ്ടി വരും. പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളിൽ കൂടെ നാം സഫർ ചെയ്യേണ്ടി വരും. ചെയ്തിട്ടില്ലാത്ത പലതിനെയും നമ്മുടെ മേൽ വെച്ച് കെട്ടി നമ്മെ ഒതുക്കുവാൻ പരിശ്രമിക്കും. എന്നാൽ സർവശക്തനായ ദൈവം ഇന്ന് രാവിലെ സമയം പറയുക, എതിരാളികൾ എത്ര എതിർത്താലും നിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്ന സഫലമായ വാതിലിനെ തകർക്കുവാൻ ഒരു ശത്രുവിനും കഴിയുകയില്ല. മനുഷ്യരാരുമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ശത്രുക്കൾ. അന്ധകാര ശക്തികൾ മനുഷ്യരിൽ കൂടെ പ്രവർത്തിച്ച് ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു ചെറിയ പ്രവൃത്തി കൊണ്ടോ ഭക്തന്റെ നന്മയെ തടയുകയാണ്. ഇന്ന് രാവിലെ സമയം ദൈവാത്മാവ് പറയുന്നു, ദൈവം വിളിച്ചു വേർതിരിച്ചതിൻ്റെ മേൽ, ദൈവം ഒരുക്കുന്ന നന്മയെ തടയുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. സഫലമായ വാതിൽ തുറന്നവൻ ദൈവമാണെങ്കിൽ എതിരാളികളുടെ ശക്തിയെയും തകർക്കുവാൻ അവൻ ശക്തനാണ്.
ആകയാൽ രാവിലെ സമയം ഈ ദൈവത്തിന്റെ ആലോചന നിങ്ങളുടെ ഭൗമീയ വിഷയത്തിൽ നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയമായിരുന്നാലും, ആത്മീയ ശുശ്രൂഷകളിലായിരുന്നാലും, ദൈവത്തോടടുക്കുന്ന വിഷയത്തിലായിരുന്നാലും, ഏതു തരത്തിലുള്ള ശക്തി നിങ്ങളെ ഒതുക്കുവാൻ പരിശ്രമിക്കുന്നു, അതിനു മുമ്പിൽ കർത്താവ് ഇന്ന് പകൽക്കാലം ജയം തരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുക. അതെ, സഫലമായ വിശാലമായ ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. അതിനെ ഒതുക്കുവാൻ എതിരാളികൾ എത്ര പരിശ്രമിച്ചാലും അവന്റെ പരിശ്രമം നിഷ്ഫലമാകും. ദൈവം തന്റെ ഭക്തന്മാരെ ആദരിക്കും, ഉയർത്തും, അനുഗ്രഹിക്കും. അവർക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലം, അവരോട് ചെയ്തിരിക്കുന്ന ദൈവീയ വാഗ്ദത്തങ്ങൾ നിറവേറും. ദൈവം വലിയവൻ, ദൈവം വിശ്വസ്തൻ, വാഗ്ദത്തങ്ങളിൽ അവൻ വിശ്വസ്തൻ. അവൻ മാത്രം ദൈവം, കർത്താവായ യേശു ക്രിസ്തു അവൻ മാത്രം ദൈവം. അവനിൽ വിശ്വസിക്കുക, നാം ജീവരക്ഷ പ്രാപിക്കും. അവൻ നമ്മെ അനുഗ്രഹിക്കും. ആമേൻ.